അപ്പൊ അതെങ്ങനെയാണ് നമ്മളെ പടികളുമായിട്ട് എങ്ങനെ അത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതികളും അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ബില്ലിന്റെ കഥ, അങ്ങനെയുള്ള എന്താ പറയാ, ഒരു പരിഹാരമുണ്ടെന്നും മദ്യാസക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ അധ്യായം വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയും എങ്ങനെയാണ് നമ്മൾ മദ്യത്തിന്റെ മുന്നശക്തിയിലാണോ അതോ നമ്മുടെ ജീവിതം അനിയന്ത്രിതമായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ടൊക്കെ നമ്മൾ ബോധ്യപ്പെടാനിടയായി. അപ്പോഴാണ് നമുക്ക് ഒരു പരിഹാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും എന്താണ് നമ്മളുടെ പരിഹാരം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൃത്യമായ ഒരു വ്യക്തത നമ്മൾക്ക് ബിഗ് ബുക്കിലൂടെ നമുക്ക് ലഭ്യമായി. പരിഹാരം വേറൊന്നുമല്ല, നമ്മളെക്കാൾ ഒരു വലിയ ശക്തിയിലുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ നമ്മളെ ഹയർ പവറിലുള്ള ആ ഒരു വ്യക്തമായ ഒരു ധാരണ, വേണ്ടത്ര ശക്തിയുടെ അഭാവം, അതായിരുന്നു ഞങ്ങളുടെ രോഗകാരണം. ശാരീരികവും മാനസികവുമായിട്ട് മാത്രം രോഗമുള്ളവരായിരുന്നില്ല നമ്മൾ, ആത്മീയപരമായ രോഗം കൂടി ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കി ആത്മീയ രോഗത്തിന്റെ ഒരു മോചനം അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന എങ്ങനെയാന്നുള്ള രീതിയിലാണ് 4-ാമത്തെ അധ്യായത്തിൽ നമുക്ക് നമ്മളെക്കാൾ ഒരു വലിയ ശക്തിയെ കണ്ടെത്തുന്ന വളരെ ഗൗരവമേറിയ ഒരു ഘട്ടം നമ്മൾ അതിലൂടെ കടന്നുപോയി. അങ്ങനെയാണ് നമ്മൾ 3-ാമത്തെ പടി എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ 5-ാം അധ്യായത്തിലൂടെ നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെ ആ ഒരു വിശ്വാസം എങ്ങനെ ആർജിച്ചു, ആ വിശ്വാസത്തിന് എങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ഇച്ഛയും ജീവിതമൊക്കെ വിട്ടുകൊടുക്കുന്നതൊക്കെ നമ്മൾ 5-ാം അധ്യായത്തിന്റെ ആ ഒരു ഏതാണ്ട് പകുതിയോളം ഭാഗം നമ്മളത് വായിച്ചു തീർത്തു. പിന്നെയാണ് നമ്മൾ അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെയുമുള്ള ഒരു ധാർമ്മിക നിലവാരത്തിന്റെ വിലയിരുത്തലുകൾ. അപ്പൊ ഒരു സാധാരണ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ മാത്രം പോരാ, കുറ്റമറ്റ രീതിയിലുള്ള ഒരു ധാർമ്മികമായ ഒരു വിലയിരുത്തൽ നമുക്ക് ആവശ്യമുണ്ട്. ആ രീതിയിൽ നമ്മൾ അതിൽ കോളം വരച്ച് മിസ്റ്റർ ജോൺ, മിസ്റ്റർ എന്താ പറയാ ജോണും അതുമാതിരി മിസ്റ്റർ ബ്രൗൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൃത്യമായ രീതിയിൽ കുറച്ച് ഒരു മോഡലൊക്കെ തന്നു. നമ്മൾ കള്ളികളൊക്കെ വരച്ചു. ഭയം, വിദ്വേഷം, പക, വെറുപ്പ്, അതുപോലെ ലൈംഗികപരമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പല ഭാഗങ്ങളിലായിട്ട് 5-ാം അധ്യായത്തിൽ ചർച്ച ചെയ്തു. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ അധ്യായം 6 പ്രവൃത്തി പദത്തിൽ, അതായത് ഇൻ ടു ആക്ഷൻ, എങ്ങനെയാണ് ഇനി അടുത്തുള്ള ഈ 5 മുതൽ 11 വരെയുള്ള പടികൾ, 5, 6, 7, 8, 9, 10, 11 അത്രയും പടികൾ ഈ അധ്യായം 6 പ്രവൃത്തി പദത്തിലേക്ക് എന്നുള്ള അധ്യായത്തിൽ കൃത്യമായ രീതിയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് വായനയൊക്കെ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടെത്തിയ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 4-ാം പടിയിലെ അതിസൂക്ഷ്മതയോടുകൂടി നമ്മൾ കണ്ടെത്തിയ നമ്മളുടെ ചില തകരാറുകൾ, അതെന്താണെന്നൊക്കെ നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ അത് ചിത്രം വരയ്ക്കുന്നത് പോലെ നമ്മൾ തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊന്ന് എന്താക്കാനുള്ളത്, വളരെ ഭംഗിയായിട്ട് അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നിർവഹിക്കാനുള്ളത്. ഇപ്പം ആ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കൃത്യമായിട്ട് പറയാനിടയായി. 5-ാമത്തെ പടി എന്ന് പറയുമ്പം ഈ ഒരു പ്രധാന പടി വിട്ടുകളഞ്ഞാൽ നമ്മൾ കുടിയിൽ നിന്നും മോചിതരാവുകയില്ല എന്ന് കണിശമായി നമ്മളോട് പറയുന്നു. കൂടാതെ പുതുതായിട്ട് വരുന്ന അംഗങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങളൊക്കെ അവരുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുവാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഏതെങ്കിലും രീതിയിൽ വിനയാന്വിതനായിട്ട് നമ്മൾ മറ്റാളുകളുമായിട്ട് പങ്കുവെക്കാൻ, അല്ലെങ്കിൽ മനസ്സ് തുറക്കാൻ. 5-ാമത്തെ പടി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാലോ, നമ്മളുടെ അപാകതകൾ മാറ്റുവാനായി ഞങ്ങൾ നമ്മളെ സ്വന്തമായും ദൈവത്തോടും വേറൊരു വ്യക്തിയോടും ഞങ്ങൾ കൃത്യമായി നമ്മൾ ഏറ്റുപറഞ്ഞു എന്നുള്ളതാണല്ലോ നമ്മളുടെ 5-ാമത്തെ പടി. അപ്പൊ അത് കൃത്യമായിട്ട് അവിടെ ഒരു സ്പോൺസറുടെ അല്ലെങ്കിൽ മൂന്നാമതൊരാളുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അവിടെ കടന്നു വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് വ്യക്തമായൊരു ധാരണ നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നടത്താതിരിക്കുമ്പോൾ അവരെല്ലാം തന്നെ പിന്നീട് ചെന്ന് ചാടിയതെല്ലാം അടുത്തൊരു കുടിയിലേക്കാണ്. എന്തുകൊണ്ടാണ് നമ്മൾ വീണു പോയതെന്ന് ചോദിച്ചാൽ അവരവരുടെ തന്നെ വീട് വൃത്തിയാക്കൽ, മനസ്സ് ശുദ്ധീകരിക്കലൊന്നും കൃത്യമായ രീതിയിൽ അവർ നിർവഹിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് നമ്മളോട് പറയുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ സ്വയം പരിശോധന നല്ലവണ്ണം നടത്തി. പക്ഷെ എന്തോ ചില മോശം ധാരണകൾക്ക് മീതെ അവർ വീണ്ടും തൂങ്ങിപ്പിടിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നീട് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങളുടെ ധാരണ എന്താ പറയുക, താങ്കളുടെ താൻ എന്ന ഭാവവും ഭയവും മാറിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ അവർ കരുതി. പക്ഷെ അവർ സ്വയം വിനീതരായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ മറ്റൊരാളോട് തങ്ങളുടെ കഥ ഏറ്റുപറയുന്നത് വരെ തങ്ങൾ കരുതുന്ന തരത്തിലുള്ള മതിയായ ഒരു വിനയമോ നിർഭയത്വമോ സത്യസന്ധതയോ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു പടിയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു അമിത മദ്യാസക്തൻ ഒരു ഇരട്ട ജീവിതം, ഡുവൽ പേഴ്സണാലിറ്റി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നു എന്ന് നമ്മളോട് ബിഗ് ബുക്ക് പറയുന്നുണ്ട്. അതായത് പുറത്ത് നമ്മൾ വേറെ രീതിയിൽ നാടകീയമായൊരു സ്വഭാവം കാണിക്കുകയും ഉള്ളില് നമ്മൾ മറ്റൊരു രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പൊ ഈ ഒരു വൈരുദ്ധ്യം, പരസ്പരമായ വൈരുദ്ധ്യം കൂടുതൽ കുടിച്ച് കൂത്താടലിലേക്കുണ്ടാകുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ കൂടുതൽ വഷളാക്കുന്നു എന്നുള്ളതാണ്. ബോധം തെളിയുമ്പോൾ എന്താ സംഭവിക്കുക? ആ അവ്യക്തമായി ഓർക്കുന്ന ചില സംഭവങ്ങൾ അയാളെ പരിഭ്രാന്തനാക്കുന്നു. അപ്പൊ അത്രയും അയാളെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ മനഃശാസ്ത്രജ്ഞന്മാർ തന്നെ നമ്മളോട് യോജിക്കാൻ വളരെ തയ്യാറാണ് എന്നൊക്കെ നമ്മളോട് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ പരീക്ഷണങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് ഡോളർ ചെലവഴിച്ചിട്ടുണ്ട് ഡോക്ടർമാര്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളോട് അനുകമ്പ ഉണ്ടായിരുന്ന ഈ ആളുകൾ സത്യസന്ധത പുലർത്താൻ ആഗ്രഹമില്ലാതിരുന്ന ഞങ്ങൾ ആരോടും സത്യസന്ധത പുലർത്തുന്നവരായിരുന്നില്ല. അമിത മദ്യാസക്തനെ കുറിച്ചും അവരുടെ രോഗശമനത്തിനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ വൈദ്യശാസ്ത്ര രംഗത്തുള്ള പലർക്കും വളരെ തീരെ കുറഞ്ഞ അഭിപ്രായമാണ് ഉള്ളത് എന്നതിൽ ഒട്ടും നമുക്ക് അത്ഭുതപ്പെടാനും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഈ ലോകത്ത് സന്തോഷത്തോടു കൂടി നമുക്ക് ദീർഘകാലം ജീവിച്ചിരിക്കണമെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായും സത്യസന്ധരായിരിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ വീണ്ടും ഓർക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഒരു പടി ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ കുമ്പസാര പ്രക്രിയയൊക്കെ ചെയ്യുന്ന മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത്തരം രീതിയിലുള്ള ആളുകളെയൊക്കെ സമീപിക്കുന്ന ചില പ്രവണതകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു പരാമർശം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കത് പറ്റിയില്ലെങ്കിലോ അഥവാ നമ്മളത് ചെയ്യാൻ പറ്റാത്ത നിലയിലാണെങ്കിലൊക്കെ നമുക്ക് എന്ത് വേണം, ചില ഡോക്ടർമാരോ കൗൺസിലർമാരോ സുഹൃത്തുക്കളെയൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് എന്നുള്ള ഒരു നിർദ്ദേശവും നമുക്ക് ബിഗ് ബുക്കിലൂടെ നമുക്ക് തരുന്നുണ്ട്. പിന്നെന്താ വെച്ചാല് പല രീതിയിലുള്ള ഏതെങ്കിലും എന്താ പറയാ കുടുംബാംഗങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ളതോ അസന്തുഷ്ടപരമായ രീതിയിലുള്ള ചില കാര്യങ്ങളും ഭാര്യമാരോടും മാതാപിതാക്കളോടൊക്കെ വെളിപ്പെടുത്തരുത്. കാരണം മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടോ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടോ സുബോധാവസ്ഥ നമ്മൾ നിലനിർത്തുക എന്ന് പറയുന്നത് ഒട്ടും ആഭികാമ്യമായ കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെക്കുറിച്ച് മറ്റാരെങ്കിലുമായി ചർച്ച ചെയ്യുക എന്നത് വളരെ വലിയ അത്യാവശ്യമാണെങ്കിൽ തന്നെ അനുയോജ്യനായ ഒരാളെ അതിനുവേണ്ടി ലഭിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത് പലപ്പോഴും സ്വാഭാവികമായിട്ട് കാണാവുന്നതാണ്. അതാണ് സ്ഥിതിയെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് വേണം, ഈ ഒരു പടി താൽക്കാലികമായിട്ട് നീട്ടിവെക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും എന്താ പറയാ, ആദ്യത്തെ അവസരത്തിൽ തന്നെ ഈ പടിയിൽ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പരിപൂർണമായിട്ടും സന്നദ്ധ ഉള്ളവരാണ് നാം എങ്കിൽ മാത്രം ഇനി പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ശരിയായ വ്യക്തിയോട് സംസാരിച്ചിരിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾ വളരെ ഉത്കണ്ഠയുള്ളവരാണ്. വിശ്വസ്തത പുലർത്തുവാൻ കഴിയുന്നവരായിരിക്കണം അയാൾ എന്നതും നാം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ശരിവെക്കാനും പൂർണ്ണമായും കഴിയുന്ന ഒരാളായിരിക്കണം അയാൾ എന്നതും നമ്മുടെ പദ്ധതി അയാൾ അട്ടിമറിക്കാൻ ശ്രമിക്കില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇതൊരു പടി നീട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള ഒരു എന്താ പറയാ ഒഴിവ് കഴിവായി നമ്മൾ അതിനെ ഉപയോഗിക്കരുത്. പല ആളുകളും പഴയ സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ ഇത്തരം പടികൾ ചെയ്യാൻ വേണ്ടി പല സ്ഥലങ്ങളിലും ചെന്ന് പെട്ട് അവര് വേണ്ടത്ര രീതിയിൽ അതിൻ്റെ സംതൃപ്തി അനുഭവിക്കാതെ വന്ന ആളുകളുടെ അനുഭവങ്ങളും നമ്മൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അതാണ് അവിടെ പറയാൻ ആഗ്രഹിച്ചത്. അപ്പൊ ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആരാണ് നമ്മളുടെ കഥ കേൾക്കേണ്ടത് എന്ന് തീരുമാനിച്ച് കഴിയുമ്പോൾ എന്ന് മുതൽ വായിച്ച് അതിൻ്റെ അവസാനം 74-ാമത്തെ പേജിൽ എന്താണ്
പാല് കൂടാതെ അല്ല ചരല് കൂടാതെ കുമ്മായക്കട്ട ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് വരെയുള്ള ഭാഗം ആരെങ്കിലും ഭംഗിയായിട്ടൊന്ന് വായിക്കുക പ്ലീസ്. ആരാണ് നമ്മുടെ കഥ കേൾക്കേണ്ടത്? രാഹുലെ, ആരെങ്കിലും ഇല്ലേ? ചേട്ടാ വായിക്കാവോ? ചേട്ടാ വായിക്കാവോ? വായിക്കട്ടെ? ഹലോ, വായിച്ചോളൂ. 74-ാമത്തെ പേജിൽ ആദ്യത്തെ പാരഗ്രാഫ്. ആരാണ് നമ്മുടെ കഥ? അവിടെ മുതലല്ലേ? അതെ. ആരാണ് നമ്മുടെ കഥ കേൾക്കേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ നാം പിന്നെ ഒട്ടും സമയം പാഴാക്കുന്നില്ല. നമ്മുടെ കൈവശം എഴുതി തയ്യാറാക്കിയ ഒരു സ്വയം കണ്ടെത്തൽ രേഖയുണ്ട്. ഒരു ദീർഘമായ സംഭാഷണത്തിന് നാം സജ്ജനാണ്. നമ്മുടെ കൂട്ടുകാരനോട് നാം എന്ത് ചെയ്യുവാനാണ് പോകുന്നതെന്നും എന്തുകൊണ്ടാണ് അത് നമുക്ക് ചെയ്യേണ്ടതുള്ളത് എന്നും നാം വിശദീകരിച്ചു കൊടുക്കുന്നു. നമ്മൾ ഒരു ജീവൻ മരണ ദൗത്യത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് അയാൾക്ക് ബോധ്യപ്പെടണം. ഇങ്ങനെ സമീപിക്കപ്പെടുന്ന മിക്കവാറും ആളുകൾ സഹായിക്കുവാൻ സന്തോഷമുള്ളവരായിരിക്കും. നമ്മുടെ വിശ്വാസത്താൽ അവർ ആദരിക്കപ്പെടും. ഭൂതകാലത്തിന്റെ ഓരോ ഇരുണ്ട വിള്ളലും സ്വഭാവത്തിലെ ഓരോ വൈകല്യവും വെളിപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ അഹങ്കാരം മാറ്റിവെച്ചുകൊണ്ടും നാം ഇതിലേക്ക് വരണം. ഒന്നും മറച്ചു പിടിക്കാതെ നാം ഈ പടിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുമ്പോൾ നാം സന്തുഷ്ടരായി തീരുന്നു. നമുക്ക് ലോകത്തെ അതിന്റെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ട് നേരിടാനാകുന്നു. പൂർണ്ണമായും സമാധാനവും ആശ്വാസവും ഒറ്റയ്ക്കാവുമ്പോൾ പോലും അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നു. നമ്മിൽ നിന്ന് നമ്മുടെ ഭയങ്ങളൊക്കെ വിട്ടുപോകുന്നു. ദൈവത്തിന്റെ സാമീപ്യം നാം അനുഭവിച്ചറിയാൻ തുടങ്ങുന്നു. നമുക്ക് ചില ആത്മീയമായ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ നമുക്ക് ഒരു ആത്മീയ അനുഭവം ഉണ്ടാകാൻ തുടങ്ങുന്നു. പൊടിപ്രശ്നം അപ്രത്യക്ഷമായി എന്ന തോന്നൽ പലപ്പോഴും ശക്തമായി ഉണ്ടാകാം. പ്രപഞ്ചശക്തിയുമായി കൈകോർത്ത് പിടിച്ച് നടന്നുകൊണ്ട് വിശാലമായ നടപ്പാതയിലാണ് ഞങ്ങളെന്ന് കരുതുന്നു. വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് 1 മണിക്കൂർ നിശബ്ദമായി ഇരിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലം കണ്ടെത്തുന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൂടുതൽ നന്നായിട്ട് അറിയാൻ കഴിയുന്നതിൽ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ വലിപ്പിൽ നിന്ന് ഈ പുസ്തകം എടുത്തിട്ട് 12 വടികൾ ഉൾക്കൊള്ളുന്ന പേജ് ഞങ്ങൾ മറിച്ചെടുക്കുന്നു. ആദ്യത്തെ 5 വടികൾ ശ്രദ്ധയോടെ വായിച്ചിട്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവസാനം അതിലൂടെ സ്വതന്ത്രനായി നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു കവാടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞങ്ങളുടെ ശ്രമം ഉറപ്പാർന്നതായിരുന്നോ? കല്ലുകൾ യഥാർത്ഥ സ്ഥാനത്ത് തന്നെയാണോ? അടിത്തറയിൽ ഇടേണ്ടുന്ന സിമന്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ ലുപ്ത കാണിച്ചിട്ടുണ്ടോ? ചരലുകൂടാതെ കുമ്മായക്കൂട്ടുണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് തൃപ്തി വരുമാറ് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ 6-ാമത്തെ പടിയിലേക്ക് നോക്കുന്നു. ആഗ്രഹം എന്നത് അന്വേഷണീയമാണെന്ന് ഞങ്ങൾ നേരത്തെ ശക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. വർജിക്കേണ്ടത് എന്തെന്ന് ഞങ്ങൾ സ്വയം തുറന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ ദൈവം ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കുന്നതിന് ഞങ്ങൾ ഇപ്പോൾ തയ്യാറാണോ? അദ്ദേഹത്തിന് ഇവയെല്ലാം എടുക്കാൻ കഴിഞ്ഞോ? ഇനിയും എന്തെങ്കിലും പോകാൻ അനുവദിക്കാതെ അതിൽ തന്നെ തൂങ്ങി നിൽക്കാൻ ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അതിന് തയ്യാറാകാൻ സഹായിക്കുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ബാക്കി വായിക്കണോ കേട്ടോ? വേണ്ട, അതിന്റെ ചെറിയൊരു പ്രശ്നം. 24-ാമത്തെ പേജ് വരെയാണോ വായിച്ചേ? 74-ാമത്തെ പേജിലെ 2-ാമത്തെ പാരഗ്രാഫിന്റെ ലാസ്റ്റ് അവിടെ വരെ. ആരാണ് നമ്മളുടെ കഥ കേൾക്കേണ്ടത്? ഓക്കെ, സോറി, ഞാൻ പേജ് മാറിപ്പോയി. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത്
നമ്മൾ പറഞ്ഞല്ലോ, ഒട്ടും നമ്മുടെ സാഹചര്യം അനുകൂലമല്ലാത്തൊരു സ്ഥിതിവിശേഷമാണെങ്കിൽ നമുക്ക് ഈ പടി നീട്ടി വെക്കാവുന്നതാണ് എന്ന് നമ്മൾ പറയുകയും, എന്നാൽ അനാവശ്യമായിട്ട് ഈ പടി നീട്ടി കൊണ്ടുപോകുന്ന ഒട്ടും നല്ലതല്ല എന്നുള്ള ഒരു മുന്നറിയിപ്പും നമുക്ക് നൽകി. ഇനിയിപ്പോ നമ്മളുടെ കഥ, ആരാണ് നമ്മളുടെ ഈ കഥ കേൾക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഒട്ടും സമയം നമ്മൾ പാഴാക്കുന്നില്ല. അതായത് നമുക്ക് അതീവ പ്രാധാന്യമുള്ള റിക്കവറി പ്രോഗ്രാമിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പടിയാണ് 5ാമത്തെ പടി എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ കൈവശം നമ്മൾ എഴുതി തയ്യാറാക്കിയ, അതായത് നമ്മൾ കണ്ടെത്തിയ, നമ്മുടെ അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെയൊക്കെ നമ്മൾ കണ്ടെത്തിയ ഒരു ധാർമ്മിക നിലവാരത്തിന്റെ പട്ടിക, ഒരു രേഖയായി നമ്മളുടെ കയ്യിലുണ്ട്. അപ്പൊ ഒരു ദീർഘമായ സംഭാഷണത്തിന് നാം സജ്ജരാണ്. ഇതിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഒരു സ്പോൺസറുമായിട്ട് നമ്മൾ കണ്ടെത്തി. ഈ പടികളൊക്കെ വിശദമായിട്ട് നമ്മൾ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒട്ടുമുക്കാലും കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരാളോട് ഏറ്റുപറയുന്ന കാര്യങ്ങളിൽ നമ്മൾ സജ്ജരാണ്. നമ്മുടെ കൂട്ടുകാരനോട് നാം എന്ത് ചെയ്യുവാനാണ് പോകുന്നതെന്നും എന്തുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ചു കൊടുക്കുന്നു. അത് ആരോട്? പേയിൽ ഉള്ള ഒരാൾ സ്പോൺസർ ആണെങ്കിൽ നമുക്ക് ഇതൊന്നും അത്ര വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യം വരില്ല. പക്ഷെ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ഒരു കുമ്പസാര പ്രക്രിയ പോലെ സുഹൃത്തിനോടോ ഡോക്ടറോടോ കൗൺസിലറോടോ ഒക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതെങ്കിൽ അതൊട്ടും തന്നെ ഒരു തെറ്റായ ഒരു അനുഭവത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് അത് കടന്നു പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് നമ്മുടെ അടുത്ത് ആവർത്തിച്ച് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരക്കാരോട് നമ്മൾ ഇതിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കത് എന്താണ് ചെയ്യുക, നമ്മളെ വിശദീകരിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഒരു എന്താ പറയാ, നമ്മളുടെ ജീവൻ മരണ ദൗത്യത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്ന് അയാൾക്ക് ബോധ്യപ്പെടണം. നമ്മൾ അതീവ പ്രാധാന്യമുള്ള ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് ആ ഒരു പ്രക്രിയ എന്നുള്ളത് അയാൾക്ക് മനസ്സിലാവണം. ഇങ്ങനെ സമീപിക്കപ്പെടുന്ന മിക്കവാറും ആളുകൾ നമ്മളെ സഹായിക്കാൻ സന്മനസ്സുള്ളവരായിരിക്കും, സന്തോഷമുള്ളവരായിരിക്കും. നമ്മുടെ വിശ്വാസത്താൽ അവർ ലോകത്ത് തന്നെ ആദരിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഭൂതകാലത്തിന്റെ ഓരോ ഇരുണ്ട വിള്ളലും സ്വഭാവത്തിലെ ഓരോ വൈകല്യവും വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അഹങ്കാരം മാറ്റിവെച്ചുകൊണ്ട് നാം ഇതിലേക്ക് വരണം. ഒന്നും മറച്ചു പിടിക്കാതെ നാം ഈ പടിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുമ്പോൾ നാം സന്തുഷ്ടരായിത്തീരുന്നു. ഇവിടെയാണ് ആ കടുത്ത സത്യസന്ധത നമ്മൾ ആവശ്യമാകുന്ന ഒരു ജീവിത രീതി. പുരോഗതിയിലെ ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന് തയ്യാറാകുന്ന ആ ഒരു അവസ്ഥ. കാരണം എന്താ വെച്ചാല് നമ്മൾ ഭൂതകാലത്തിന്റെ ഓരോ ഇരുണ്ട വിള്ളലും ആ വരികളും ആ വരികൾക്കിടയിലുള്ള ആശയങ്ങളും അർത്ഥങ്ങളും ഒക്കെ നമ്മൾ വളരെ ഗൗരവമായിട്ട് ഈ ബിഗ് ബുക്ക് സ്റ്റഡിയിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന ഈ ഭൂതകാലത്തിന്റെ ഓരോ ഇരുണ്ട വിള്ളൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 4ാം പടിയിൽ കണ്ടെത്തിയ, അതിസൂക്ഷ്മതയോടുകൂടി കണ്ടെത്തിയ നമ്മളുടെ അതീവ ഗുരുതരമായ ജീവിതത്തിലെ ആ ഇരുണ്ട ഭൂതകാലം, അതിലേക്ക് നമ്മൾ എന്താ പറയാ, വളരെ ആ ഓരോ വൈകല്യവും നമ്മൾ വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അഹങ്കാരം മാറ്റിവെക്കുക. കാരണം ഈ 5ാം പടി ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് കടന്നു വരുന്ന ഒരു മാറ്റം, അതാണ് എളിമ എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം. ഒന്നും മറച്ചു പിടിക്കാതെ കടുത്ത സത്യസന്ധതയോടുകൂടി നമ്മൾ എന്ത് വേണം, അതിലേക്ക് വരണം. ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യുമ്പോൾ നാം എന്തായിത്തീരും? അതീവ സന്തുഷ്ടരായിത്തീരും എന്നുള്ളതാണ്. നമുക്ക് ഈ ലോകത്തിന്റെ അതിന്റെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ട് നേരിടാൻ, നമുക്കിപ്പം അങ്ങനെയൊക്കെ ചെയ്ത ഒരവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഈ ലോകത്ത് പ്രളയം വന്നാലും ഭൂകമ്പം വന്നാലും ലോകത്തിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എന്താണോ സിറ്റുവേഷൻ ആസ് ഇറ്റ് ഈസ്, നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസിക സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പം അതുകൊണ്ടാണ് പൂർണ്ണമായ ഒരു സമാധാനവും ആശ്വാസവും ഒറ്റയ്ക്കാവുമ്പോൾ പോലും നമുക്ക് അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നു. പുതിയൊരു സന്തോഷവും സ്വാതന്ത്ര്യവും നാം അനുഭവിക്കാൻ പോവുകയാണ്. അതായത് മനസ്സമാധാനം നാം എന്തെന്നറിയുകയും പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയും ചെയ്യുന്നു. അത് വെറുതെ കടന്നു വരുന്ന ഒരു സാധനമല്ല. പൂവ് കൊഴിയുമ്പോൾ കായ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാനസിക, ശാരീരിക, ആത്മീയപരമായ ഒരു പരിണാമത്തിന്റെ ഘട്ടം, ഒരു പൂർണ്ണമായ സമാധാനവും ആശ്വാസവും ഒക്കെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പോലും നമ്മൾ ആ ഏകാന്തത എന്നുള്ളതും ഒറ്റപ്പെടലും തമ്മിലുള്ള ഒരു വ്യത്യാസമൊക്കെ നമുക്ക് കൃത്യമായിട്ട് തിരിച്ച് അറിയാൻ നമുക്ക് കഴിയുന്നു.
അത് കൂടാതെ നമ്മിൽ നിന്ന് നമ്മുടെ ഭയങ്ങളൊക്കെ വിട്ടുപോകുന്നു. നമ്മളുടെ അനാവശ്യമായ അകാരണമായ ഭയങ്ങളൊക്കെ നമ്മളെ വിട്ടുപോകുന്നു അല്ലേ? ഇതൊക്കെ ഒരു വാഗ്ദാനങ്ങളുടെ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ വായിക്കേണ്ട കാര്യങ്ങളാണ്. ദൈവത്തിന്റെ സാമീപ്യം നാം അനുഭവിച്ചറിയാൻ തുടങ്ങുന്നു. നമ്മൾക്ക് അസാധ്യമാണെന്ന് തോന്നിയ പല കാര്യങ്ങളും ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇപ്പോൾ നമുക്ക് ഒരു ആത്മീയമായ അനുഭവം ഉണ്ടാകാൻ തുടങ്ങുന്നു. അതായത് ഫോർത്ത് ഡയമെൻഷൻ ഓഫ് എക്സിസ്റ്റൻസ്, അതായത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു നാലാമത്തെ മാനം നമുക്കുണ്ടാകും. കുടിപ്രശ്നം അപ്രത്യക്ഷമായി എന്ന് തോന്നൽ പലപ്പോഴും ശക്തമായി ഉണ്ടാകാം. ദൈവം ഞങ്ങളിൽ നിന്ന് കുടിക്കണമെന്ന ആ ഒരു ആഗ്രഹത്തെ എടുത്തു മാറ്റപ്പെട്ടു. അതാണ് റിക്കവേർഡ് എന്നുള്ള ഒരു പദപ്രയോഗം നമ്മളെ ബിഗ് ബുക്കിൽ പല ഇംഗ്ലീഷ് ടെക്സ്റ്റിലും വരാനുണ്ടായ കാരണം. പ്രപഞ്ചശക്തിയുമായി കൈകോർത്ത് പിടിച്ച് നടന്നുകൊണ്ട് വിശാലമായ നടപ്പാതയിലാണ് ഞങ്ങളെന്ന് കരുതുന്നു. ഒരു വല്ലാത്തൊരു സ്വാതന്ത്ര്യം. ആ ഇടുങ്ങിയ ചിന്തകളൊക്കെ മാറി നമ്മളൊരു വലിയ ഒരു വിശാലമായ ലോകത്തിലേക്ക് നടന്നു നീങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതൊക്കെ ഒരു 10 വട്ടമെങ്കിലും ഈ പാരഗ്രാഫ് വായിച്ചാൽ നമുക്കൊട്ടും കുറഞ്ഞു പോയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വീട്ടിലേക്ക് മടങ്ങി എത്തിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് 1 മണിക്കൂർ നിശബ്ദമായി ഇരിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലം കണ്ടെത്തുന്നു. നമ്മൾ നേരത്തെ ആ ഒരു അത്യാവശ്യം ഇത് വായിക്കുന്ന ആളുകളെ 73-ാമത്തെ പേജിൽ ആ ലാസ്റ്റ് പാരഗ്രാഫിന് തൊട്ട് മുമ്പ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. 5-ാമത്തെ പടി എന്നുള്ളത് അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. 6-ാമത്തെ പടിയെ കുറിച്ചാണ് അടുത്ത ആ ഒരു വീട്ടിലേക്ക് മടങ്ങി എത്തിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് 1 മണിക്കൂർ നിശബ്ദമായി ഇരിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലം ഞങ്ങൾ കണ്ടെത്തുന്നു. മെഡിറ്റേഷനാണ്. അതായത് വേറെ ഒന്നുമല്ല, നമ്മൾ 4-ാമത്തെ പടിയിൽ നമ്മൾ കണ്ടെത്തിയ ധാരാളം കാര്യങ്ങൾ 5-ാമത്തെ പടിയിലൂടെ നമ്മളെ സ്പോൺസറുമായിട്ടോ അല്ലെങ്കിൽ മറ്റാളുകളുമായിട്ട് നമ്മൾ തുറന്ന് സംസാരിച്ചതിന് ശേഷമുള്ള നമ്മളുടെ ആ ഒരു സ്ഥിതിവിശേഷം, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി എത്തുക എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിൽ വേണമെങ്കിൽ എടുക്കാം. ആ പടികളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളുടെ യഥാർത്ഥ സ്ഥലത്തേക്ക് തിരിച്ചു വന്നിട്ട് 1 മണിക്കൂർ നമ്മൾ വളരെ ധ്യാനത്തിലോ അല്ലെങ്കിൽ മെഡിറ്റേഷനിലോ അല്ലെങ്കിൽ സൂക്ഷ്മമായ ഒരു അവനവനിലേക്കുള്ള ഒരു അന്വേഷണത്തിന്റെ രീതിയിലൊക്കെ നമ്മൾ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാൻ കഴിയുന്നതിൽ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ, അതിനുള്ള ഒരു അവസരം തന്നതിനൊക്കെ നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നിട്ടോ ഞങ്ങളുടെ വലിപ്പിൽ നിന്ന് ഈ പുസ്തകം എടുത്തിട്ട് 12 പടികൾ ഉൾക്കൊള്ളുന്ന പേജ് ഞങ്ങൾ മറിച്ചെടുക്കുന്നു. നമ്മൾ 12 എന്നുള്ള പുസ്തകങ്ങളിൽ നോക്കിയിട്ട് ഈ ഒരു പേജുകൾ നമ്മൾ മറിച്ചെടുക്കുന്നു. ആദ്യത്തെ 5 പടികൾ ശ്രദ്ധയോടെ വായിച്ചിട്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിക്കുന്നു. 6-ാമത്തെ പടിയിൽ നമ്മളുടെ അപാകതകൾ മാറ്റുവാനായിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് തയ്യാറാവുകയാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ 5 പടികൾ വീണ്ടും ഒന്ന് നമ്മൾ കൃത്യമായിട്ട് ഒരു ടെക്സ്റ്റ് വൈസ് ആയിട്ടൊന്ന് വായിച്ചതിന് ശേഷം എവിടെയെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. അങ്ങനെ അത് എന്തുകൊണ്ടെന്നാൽ അവസാനം അതിലൂടെ സ്വതന്ത്രനായി നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു കവാടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ സ്വതന്ത്രമായിട്ട് നമ്മളുടെ ലക്ഷ്യമുണ്ട്, ഒരു ടാർഗറ്റ് ഉണ്ട് നമുക്ക്. ആൽക്കഹോളിക് അനോണിമസിൽ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയും ഒരു വാറണ്ടിയും ഗ്യാരണ്ടിയും ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. മൈക്ക് ആരെങ്കിലും ഒന്ന് ഓഫാക്കും. അപ്പം അപ്പൊ ഒരു വാറണ്ടിയും ഒരു ഗ്യാരണ്ടിയും ഉണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെ സ്വതന്ത്രമായി നടക്കുന്നതിന് വേണ്ട ഒരു കവാടം നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞങ്ങളുടെ ശ്രമം ഉറപ്പാകുന്നതായിരുന്നോ? കല്ലുകൾ യഥാർത്ഥ സ്ഥാനത്ത് തന്നെയാണോ? അടിത്തറയിൽ ഇടേണ്ടുന്ന സിമെന്റിന്റെ കാര്യത്തിൽ നമ്മൾ ലുബ്ധ് കാട്ടിയിട്ടുണ്ടോ? ചരല് കൂടാതെ കുമ്മായക്കൂട്ടുണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവിടെയൊക്കെ ആ വരികൾ നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ടത്, ഞാൻ കടുത്ത സത്യസന്ധത പാലിച്ചിട്ടുണ്ടോ? ശരിയായ രീതിയിൽ ഭയം കൂടാതെയുള്ള ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ? മറ്റ് സ്പോൺസറുമായിട്ട് എൻ്റെ 5-ാം പടി കൃത്യമായ രീതിയിൽ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? വീണ്ടും വിട്ടുമാറാത്ത എൻ്റെ അപാകതകളെ കുറിച്ച് ഞാൻ കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ?
എങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം ഇത്രയുമാണ് നമുക്ക് വായിച്ചത്. ഇനി അടുത്തത് ആ ഒരു ഭാഗം 74-ാമത്തെ പേജിലുള്ളത് വായിക്കും. ആരെങ്കിലും ഒരാൾ വായന പറഞ്ഞു, പ്ലീസ്. ഞാൻ വായിക്കാം. റെഡിയാകുമ്പോൾ താഴെ പറയും പ്രകാരം ഞങ്ങൾ പറയുന്നു: എന്റെ ദൈവമേ, എന്നിലുള്ള എല്ലാത്തിൻ്റെയും നന്മയുടെയും തിന്മയുടെയും അധിപൻ അങ്ങായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്കും എൻ്റെ സഹജീവികൾക്കും ഉപയോഗപ്പെടാത്ത നിലയിൽ എൻ്റെ സ്വഭാവത്തിലുള്ള ഓരോ കുറവും അങ്ങ് നീക്കിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതം ചെയ്യുന്നതിനായി ഞാൻ ഇവിടെ നിന്നും മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഞങ്ങൾ 7-ാമത്തെ പടി പൂർത്തിയാക്കി. ഇനി ഞങ്ങൾക്ക് കൂടുതൽ പ്രവൃത്തി ആവശ്യമുണ്ട്. ശ്രമം കൂടാതെയുള്ള വിശ്വാസം മൃതതുല്യമാണ് എന്ന് ഞങ്ങൾ കാണുന്നു. നമുക്ക് 8ഉം 9ഉം പടികളിലേക്ക് നോക്കാം. ഞങ്ങൾ ദ്രോഹിച്ച ആളുകളുടെ ഒരു ലിസ്റ്റുണ്ട്. അവരോടൊക്കെ പ്രായശ്ചിത്തം ചെയ്യാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെക്കുറിച്ച് തന്നെയുള്ള സ്വയം കണ്ടെത്തൽ നടത്തിയപ്പോഴാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത്. ഞങ്ങൾ ഒരു കഠിനമായ സ്വയം ബോധ്യപ്പെടുത്തലിന് വിധേയരാക്കി. ഇപ്പോൾ ഞങ്ങളുടെ സഹജീവികളുടെ ഇടയിലേക്ക് ചെല്ലുകയും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്ന നാശനഷ്ടങ്ങളിലെ തകരാറുകൾ നീക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളിലും തന്നിഷ്ടം പോലെ ചെയ്യുക എന്ന മട്ടിലുള്ള സ്വാർത്ഥ മോഹത്താൽ നയിക്കപ്പെട്ട് ജീവിതം മൂലം അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ അടിച്ചുവാരി കളയുവാൻ ഞങ്ങൾ ശ്രമിച്ചു. ഇത് ചെയ്യുന്നതിനുള്ള ആഗ്രഹം ഇല്ലെങ്കിൽ അത് വരുന്നത് വരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനുമേൽ വിജയം വരിക്കുന്നതിനു വേണ്ടി എത്ര ദൂരം പോകുന്നതിനും തുടക്കത്തിലെ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് എന്നത് ഓർക്കുക. മിക്കവാറും ഇനിയും ചില ആശങ്കകൾക്കിടമുണ്ട്. ഞങ്ങൾ ദ്രോഹിച്ചിട്ടുള്ള ബിസിനസ് സുഹൃത്തുക്കളുടെയും മറ്റ് ചങ്ങാതിമാരുടെയും പട്ടിക ഞങ്ങൾ നോക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു ആത്മീയ അടിസ്ഥാനത്തിൽ ഉള്ള സമീപനവുമായി ചെല്ലുന്നതിൽ ഞങ്ങൾ അവിശ്വാസമുള്ളവരായേക്കാം. പക്ഷേ നാം ദൃഢമനസ്കരായിരിക്കുക. ചില ആളുകളോട് ഈ ആത്മീയ വശം ആദ്യ സമീപനത്തിൽ നാം ഊന്നി പറയാൻ പാടുമില്ല. നാം ഒരുപക്ഷെ അവരുടെ തെറ്റായ മുൻവിധികളിലേക്ക് നയിക്കാം. തൽക്കാലത്തേക്ക് നാം ചെയ്യുന്നത് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കുവാനാണ്. പക്ഷെ ഇതുകൊണ്ട് മാത്രം എല്ലാം ആയില്ല. നമ്മെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾക്കും ദൈവത്തിനും പരമാവധി സേവനം നൽകുന്ന രീതിയിൽ യോഗ്യത നേടുക എന്നതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശ്യം. നാം ചെയ്തിട്ടുള്ള അന്യായത്തിന്റെ പേരിൽ ഇപ്പോഴും നമ്മുടെ മുന്നിൽ കേമനാണെന്ന് ഭാവിക്കുകയും നമ്മൾ മതവിശ്വാസികളായി പോയി എന്ന് വിളിച്ചു കൂവുകയും ചെയ്യുന്ന ഒരാളെ നാം സമീപിക്കുന്നത് ഒട്ടും ബുദ്ധിയല്ല. അതൊരു പാഴ്വേലയായിരിക്കും. നമ്മെ മതഭ്രാന്തന്മാരെന്നോ ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള മതനിഷ്ഠയുള്ളവരെന്നോ മുദ്രകുത്തപ്പെടുന്നതിന് നാം എന്തിനു നിന്നു കൊടുക്കണം? അങ്ങനെയായാൽ ഒരുപക്ഷെ പ്രയോജനകരമായ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കുവാനുള്ള അവസരം നാം നഷ്ടപ്പെടുത്തുകയായിരിക്കും. നേരെ മറിച്ച് ഒരു തെറ്റ് ശരിയാക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നാം സമീപിക്കുന്ന ആൾ വളരെ തൽപരനായിരിക്കും. നമ്മുടെ ആത്മീയ കണ്ടെത്തലുകളെ കുറിച്ചുള്ള സംഭാഷണത്തെക്കാൾ നാം പ്രകടിപ്പിക്കുന്ന നമ്മളുടെ സന്മനോഭാവത്തിൽ അയാൾ താല്പര്യമുള്ള ആളായിത്തീരും. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് നേരത്തെ ചരല് കൂടാതെ കുമ്മായക്കട്ട ഉണ്ടാക്കുന്ന കാര്യമൊക്കെ നമ്മൾ വിശദീകരിച്ചു. തുടർന്ന് നമ്മൾ പറയുകയാണ്, എന്താണ്? ഞങ്ങൾക്ക് തൃപ്തി വരുമാറ് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ 6-ാമത്തെ പടിയിലേക്ക് നോക്കുന്നു. ഇത് നേരത്തെ നമ്മളിപ്പം വീട്ടിലേക്ക് എത്തിയിട്ട് 1 മണിക്കൂർ ശാന്തമായി ഇരുന്ന് നമ്മളുടെ കുറവുകളൊക്കെ നോക്കി നമ്മൾ അതിനു വേണ്ടി പരിപൂർണമായിട്ട് തയ്യാറാവുകയാണ്. അതൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടി. അതാണല്ലോ 6-ാമത്തെ പടിയിലേക്ക് നമ്മൾ നോക്കുകയാണ്. ആഗ്രഹം എന്നത് അനുപേക്ഷണീയമാണെന്ന് ഞങ്ങൾ നേരത്തെ ശക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് കടുത്ത സത്യസന്ധത ആവശ്യമാക്കുന്ന ഒരു ജീവിത രീതി നമ്മൾ മെനഞ്ഞെടുക്കുന്നതിന് വേണ്ട ഒരു ആഗ്രഹം നമുക്ക് വളരെ അത്യാവശ്യമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വർജിക്കേണ്ടത് എന്തെന്ന് ഞങ്ങൾ സ്വയം തുറന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു.
വർജിക്കേണ്ടത്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റിസെന്റ്മെന്റ്, ഭയം, അല്ലെ വിദ്വേഷം, ഇതൊക്കെ നമ്മുടെ ലിസ്റ്റിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ കാര്യങ്ങൾ ദൈവം ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കുന്നതിന് ഞങ്ങൾ ഇപ്പോൾ തയ്യാറാണോ? അതായത് നമ്മൾക്ക് ഒരുപാട് അനാവശ്യമായ അപാകതകൾ, നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി തയ്യാറാക്കി മറ്റാളുകളുമായിട്ട് നമ്മൾ സംസാരിച്ച് മനസ്സ് തുറന്ന് എല്ലാം കഴിഞ്ഞാൽ പോലും ചില വൈകല്യങ്ങൾ മനസ്സിന്റെ ആ ഒരു തലത്തിൽ നമ്മൾ താലോലിച്ചുകൊണ്ട് ഒരു സുഖം പകരുന്ന, അല്ലെങ്കിൽ നമ്മൾക്കത് വിട്ടുമാറാതെ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ കയ്യിലിരിക്കട്ടെ, അതൊന്നും അത്ര വലിയ പ്രശ്നങ്ങളല്ല എന്ന രീതിയിൽ നമ്മൾ വീണ്ടും ഒന്ന് താലോലിക്കുന്ന കാര്യങ്ങളൊക്കെ വിട്ടുമാറാതെ ഇരിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കി, അത് കൂടാതെ അദ്ദേഹത്തിന് ഇതൊക്കെ നമ്മൾ വിട്ടുകളയാൻ നമ്മൾ തയ്യാറായിട്ടാണോ നിൽക്കുന്നത്, അദ്ദേഹത്തിന് അവയെല്ലാം എടുക്കാൻ കഴിഞ്ഞോ, ഇനിയും എന്തെങ്കിലും പോകാൻ അനുവദിക്കാതെ അതിൽ തന്നെ തൂങ്ങി നിൽക്കാൻ നമ്മൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അതിന് തയ്യാറാകാൻ സഹായിക്കുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ 6ാമത്തെ പടി എന്ന് പറഞ്ഞാൽ ഫൊർഗോട്ടൻ സ്റ്റെപ്സ് 6ഉം 7ഉം വളരെ ചെറിയ 2 പാരഗ്രാഫിലാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നതെങ്കിലും 12-12 എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഒരുപാട് പേജുകളോട് കൂടിയിട്ടുള്ള വിശദീകരണത്തിലാണ് ഈ 6ഉം 7ഉം പടികൾ നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ അതിൽ ബന്ധപ്പെട്ട് വായിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പൊ ഇവിടെ നമ്മളോട് വളരെ ലഘുവായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ 4-5 പടികളൊക്കെ കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മളിപ്പോ എല്ലാം ക്ലിയർ ആയി എന്നൊക്കെ തോന്നുമെങ്കിലും നമ്മളുടെ സ്വകാര്യതയിൽ ഇപ്പോഴും താലോലിച്ച് നമ്മൾ കൊണ്ടു നടക്കുന്ന വൈകല്യങ്ങൾ ധാരാളമുണ്ട്. അപ്പൊ റെഡി ആകുമ്പോൾ, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡി ആകുമ്പോൾ എന്താ വേണ്ടത്? ഇതൊരു പരസ്പരം കോംപ്ലിമെന്ററി ആയിട്ട് നിൽക്കുന്നതാണ്. എന്താണ് 6ഉം 7ഉം? നമ്മൾ ഇതൊക്കെ റെഡിയായി നിൽക്കുമ്പോൾ നമ്മൾ എന്ത് താഴെ പറയും പ്രകാരം ഞങ്ങൾ പറയുന്നു. ഇവിടെയാണ് 7ാം പടി പ്രാർത്ഥന, അതായത് 7th സ്റ്റെപ്പ് പ്രയർ എന്ന് പറയുമ്പോൾ. ഒരുപാട് പ്രയറുകൾ ഉണ്ടെങ്കിലും കുറച്ചും കൂടി വ്യക്തമായിട്ട് ബിഗ് ബുക്കിൽ ഈ ഒരു പ്രയർ നമ്മളോട് പറയുന്നത് എന്താണ്? എൻ്റെ ദൈവമേ, എന്നിലുള്ള എല്ലാത്തിൻ്റെയും നന്മയുടെയും തിന്മയുടെയും അധിപൻ അങ്ങായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്കും എൻ്റെ സഹജീവികൾക്കും ഉപയോഗപ്പെടാത്ത നിലയിൽ എൻ്റെ സ്വഭാവത്തിലുള്ള ഓരോ കുറവും അങ്ങ് നീക്കിത്തരയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതൊരു പ്രാർത്ഥനയാണ്, 7ാം പടി പ്രാർത്ഥന. നമ്മൾ ഇതെല്ലാം നേരത്തെ പറഞ്ഞ മാതിരി ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു പ്രാർത്ഥനയോട് കൂടി നമ്മൾ 7ാമത്തെ പടി, അങ്ങയുടെ ഹിതം ചെയ്യുന്നതിനായി ഞാൻ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ദൈവഹിതം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യാനുള്ളതിന് വേണ്ടി നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഞങ്ങൾ 7ാമത്തെ പടി പൂർത്തിയാക്കി. ഇപ്പൊ ഈ ബിഗ് ബുക്കിൽ പടികൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ വായനേന്റെ ഇടയിൽ ഒരു പെന്നും പെൻസിലൊക്കെ എടുത്ത് വായിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അവിടെ നമ്മൾ കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്യുക. ഇവിടെ നമ്മൾ 7ാമത്തെ പടി പൂർത്തിയാക്കി. ഇപ്പോൾ ഇനി ഞങ്ങൾക്ക് കൂടുതൽ പ്രവൃത്തി ആവശ്യമുണ്ട്, അല്ലേ? ഈ സാധാരണഗതിയിൽ നമ്മൾ പറയും പ്രവൃത്തി ഉണ്ട്, കൂടുതൽ പ്രവൃത്തിയുണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ആ ഒരു പ്രവൃത്തി ഇരട്ടിപ്പിക്കുന്നതിന്റെ ആ ഒരു അവസ്ഥയിലേക്ക്, ഇനി ഞങ്ങൾക്ക് കൂടുതൽ പ്രവൃത്തി ആവശ്യമുണ്ട്. ശ്രമം കൂടാതെയുള്ള വിശ്വാസം മരണതുല്യമാണ്, അല്ലെ? പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം മൃതമാണ് എന്ന് പറയുന്നത് ഞങ്ങൾ കാണുന്നു. നമുക്ക് 8ഉം 9ഉം പടികളിലേക്ക് നോക്കാം. ഞങ്ങൾ ദ്രോഹിച്ച ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്, അല്ലെ? 8ാമത്തെ പടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് 8ാമത്തെ പടി? ഞങ്ങൾ ഉപദ്രവിച്ചവരുടെ എല്ലാവരുടെയും ഒരു പട്ടിക ഞങ്ങൾ തയ്യാറാക്കി. അപ്പൊ അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. നമ്മൾ 4ാമത്തെ പടിയിലൊക്കെ ഇത് കണ്ടതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു പടി പറയുന്നത് പോലെ ഞങ്ങളുടെ ഉപദ്രവിച്ച ആളുകളുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ ലിസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ടു പുറകിലേക്ക് നോക്കേണ്ട ഒരു കാര്യം, 12-12 നമ്മൾ 8ാമത്തെ പടിയെ കുറിച്ച് വായിക്കുന്നു, നമ്മളെ സ്പോൺസറുമായി ഡിസ്കസ് ചെയ്യുന്നു, നമ്മൾ ആ ഒരു എന്താ പറയുക തെറ്റ് ചെയ്ത ആളുകളുടെ പട്ടികയൊക്കെ തയ്യാറാക്കുന്ന അത്തരം ഒരു ദീർഘമായ പ്രവൃത്തി നമ്മൾ അതിൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്യണം. അവരോടൊക്കെ ഞങ്ങൾ പ്രായശ്ചിത്തം ചെയ്യാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമുക്കത് ചെയ്യാനുള്ള പൂർണ്ണമായ സത്യസന്ധമായ രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ കുറിച്ച് തന്നെയുള്ള സ്വയം കണ്ടെത്തൽ നടത്തിയപ്പോഴാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത്. ഞങ്ങളെ കുറിച്ച് തന്നെ സ്വയം കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ 4ാമത്തെ പടിയാണ്. ആ സമയത്താണ് നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ തുടങ്ങിയത്. ഞങ്ങൾ ഒരു കഠിനമായ സ്വയം ബോധ്യപ്പെടലിന് വിധേയമാക്കി ഞങ്ങൾ ഞങ്ങളുടെ സഹജീവികളുടെ ഇടയിലേക്ക് ചെല്ലുകയും
കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്ന നാശനഷ്ടങ്ങളിലെ തകരാറുകൾ നീക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളിലും തന്നിഷ്ടം പോലെ ചെയ്യുക എന്ന മട്ടിലുള്ള സ്വാർത്ഥമോഹത്താൽ നയിക്കപ്പെട്ട് ജീവിതം മൂലം അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ അടിച്ചുവാരി കളയുവാൻ ഞങ്ങൾ ശ്രമിച്ചു. അല്ലെ, സ്വാർത്ഥ രീതിയിലുള്ള പ്രവൃത്തി കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും അതെല്ലാം അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ അടിച്ചുവാരി തൂത്തുകളയാൻ ഞങ്ങൾ ശ്രമിച്ചു. ഇത് ചെയ്യുന്നതിനുള്ള ആഗ്രഹം ഇല്ലെങ്കിൽ അത് വരുന്നത് വരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ചില ആളുകൾക്ക് നമുക്കിതൊക്കെ ചെയ്യാനുള്ള ഒരു മടി, വൈമനസ്യം, എന്താ പറയാ, നീട്ടിവെക്കല്, മുൻവിധികൾ ധാരാളം നമ്മളിൽ കടന്നു വരും. അതാണല്ലോ നമ്മൾ 4ാമത്തെ പടിയിൽ നമ്മൾ കണ്ടു അല്ലെ, അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെയും. ഭയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നമ്മളുടെ മനസ്സ് പറയും നമുക്ക് അത്രയൊന്നും വേണ്ട, ബുദ്ധി പറയും നമുക്ക് അത്ര തീരെ വേണ്ട. അങ്ങനെയുള്ളൊരു സംഘടനകളിൽ നമ്മളുടെ ആ ഒരു ഉദ്ദേശശുദ്ധി പലപ്പോഴും ഇടയിൽ നിന്ന് പോകാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്കൊരു അസാധാരണമായിട്ടുള്ള ഒരു പ്രവൃത്തി നമുക്ക് അവിടെ കാഴ്ചവെക്കേണ്ടതുണ്ട്. അപ്പൊ അതുപോലെയാണ് ഇവിടെയും ഈ 8ഉം 9ഉം പടിയിലൊക്കെ നമ്മൾ വരുമ്പം തീർച്ചയായിട്ടും നമ്മൾ ഇത് ചെയ്യുന്നതിനുള്ള ആഗ്രഹങ്ങൾ നമുക്കില്ലെങ്കിൽ അത് വരുന്നത് വരെ അത് തൃപ്തി വരുമാറ്, അല്ലെങ്കിൽ അതുവരെ നമ്മൾ എന്ത് വേണം? പ്രാർത്ഥിക്കണം. മദ്യത്തിന് മേൽ വിജയം വരിക്കുന്നതിന് വേണ്ടി എത്ര ദൂരം പോകുന്നതിന് തുടക്കത്തിലേ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. നമ്മൾ ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്കും വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ എത്ര ദൂരം പോകാനും നിങ്ങൾ ആഗ്രഹമുള്ളവരായിരിക്കണം. അപ്പൊ അത് നമ്മൾ ഇവിടെ ഒന്ന് വീണ്ടും ഓർക്കുന്നത് നല്ലതാണ്. മിക്കവാറും എന്താ പറയാ, ഇനിയും ചില ആശങ്കകൾക്ക് ഇടമുണ്ട്. അതായത് ഇതൊക്കെ കഴിഞ്ഞാലും നമുക്ക് ഇനിയും ചില ആശങ്കകൾക്കൊക്കെ ഇടമുണ്ട്. കാരണം എന്താ, ഞങ്ങൾ ദ്രോഹിച്ചിട്ടുള്ള ബിസിനസ് സുഹൃത്തുക്കളുടെയും മറ്റു ചങ്ങാതിമാരുടെയും പട്ടിക ഞങ്ങൾ നോക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു ആത്മീയ അടിസ്ഥാനത്തിലുള്ള സമീപനവുമായി ചെല്ലുന്നതിൽ ഞങ്ങൾ അവിശ്വാസമുള്ളവരായേക്കാം. പക്ഷെ നാം ദൃഢമനസ്കരായിരിക്കുക. നമ്മൾ ഈ ഒരു കാര്യം മിക്കവാറും എന്താ പറയുക, പല ആശങ്കകളൊക്കെ നമ്മുടെ മുമ്പിൽ വരും. ഇനിയിപ്പോ അത് അയാള് ഇപ്പൊ എൻ്റെ അടുത്ത് കുറെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോ അതിന്റെ പേരിൽ ഞാനിപ്പോ അയാളുടെ പേര് മാപ്പ് പറയണോ? അതല്ലെങ്കിൽ ഞാൻ ചെയ്തതിനേക്കാളും കൂടുതൽ അവൻ എന്നെ പറ്റിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വാങ്ങിയ കാശ് അവൻ തിരിച്ചു തന്നിട്ടില്ല, അല്ല അവൻ എനിക്ക് എൻ്റെ കുടുംബത്തിൽ കുറെ ഉപദ്രവം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ന്യായീകരണങ്ങളിൽ നമ്മൾ പെട്ടുപോകുന്നത് സാധാരണ ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോഴാണ് ഞാൻ എൻ്റെ സ്പോൺസറുമായിട്ട് ഈ കാര്യം പങ്കുവെച്ചത് ഓർക്കുന്നത്. ഞാൻ ചോദിച്ചു, അങ്ങനെയാകുമ്പോൾ നമ്മുടെ ബിഗ് ബുക്കിലൊക്കെ അല്ലെങ്കിൽ മറ്റു ലിറ്ററേച്ചറുകളിലൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ റോഡിന്റെ നമ്മളുടെ വശം, നമ്മളുടെ സൈഡ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? അടിച്ചു വാരുക. മറ്റേ സൈഡ് നമ്മളുടെ ഉദ്ദേശമല്ല. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മളോട് തെറ്റ് ചെയ്ത ആളുകളോട് നമുക്ക് തിരിച്ചെന്ത് തെറ്റുകൾ അല്ലെങ്കിൽ അവരോട് അതിന് ശിക്ഷ കൊടുക്കാൻ നമ്മളാരും ഈ ഭൂമിയിൽ അതിനുള്ള പ്രാപ്തിയുള്ളവരല്ല. ആ കാര്യമൊക്കെ നമ്മളുടെ 3ാം പടി പറയുന്ന മാതിരി നമ്മളുടെ ഇച്ഛയും ജീവിതമൊക്കെ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നത് പോലെ നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ള. കാരണം നമുക്കതിന് അവകാശമില്ല. ജഡ്ജ് ദീ നോട്ട് എന്ന് ബൈബിളിൽ പറഞ്ഞ മാതിരി മറ്റൊരാളെ വിധിക്കാനുള്ള അവകാശം നമുക്കില്ല. അതൊക്കെ ദൈവത്തിന്റെ കോടതിക്ക് നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ. പിന്നെ 2ാമത്തെ കാര്യം, നമ്മൾ ഈ പരിഹാരം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഓരോ പരിഹാരങ്ങളും, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ പടികൾ വിശദീകരിക്കാൻ നമ്മൾ ഈ സമയം നമ്മൾ ചെലവഴിക്കണ്ട. എന്നാലും ചില കാര്യങ്ങൾ സാങ്കത്യം നമ്മൾ പറഞ്ഞു പോകുന്നത് നല്ലതാണ്. അപ്പോൾ ഓരോ പടികൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് 8, 9 പടികൾ ചെയ്യുമ്പോൾ അതിൽ ഫിനാൻഷ്യൽ അമെൻമെന്റ്, അതുപോലെ ഇമോഷണൽ ആയിട്ടുള്ള നമ്മളുടെ അമെൻമെന്റുകൾ, വളരെ പ്രത്യേകിച്ച് ഓരോരോ കാര്യങ്ങളിലും നമ്മൾ അമെൻമെന്റുകൾ ചെയ്യുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഓരോ ആളുകളോട് നമ്മൾ അമെൻമെന്റ് ചെയ്യുന്നതും വ്യത്യസ്തമായ കാര്യങ്ങളിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഓരോ അമെൻസും നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രീ ഡിസ്കസ്ഡ് ആയിരിക്കണം. അതായത് നമ്മളെ സ്പോൺസറുമായിട്ട് അത് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ പോവുക എന്നുള്ളത് ഒരു പ്രത്യേകമായ നിർദ്ദേശം നമ്മൾ പറയാറുണ്ട്. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ അത് വേണ്ടത്ര രീതിയിൽ ആ ഉദ്ദേശശുദ്ധി അവിടെ നടക്കാതെ പോകും. അപ്പം അതുകൊണ്ട് ആത്മീയപരമായിട്ട് നമ്മൾ ചെല്ലുമ്പം അവരാരും അത്തരത്തില് നമ്മളോട് വിശ്വാസം കാണിക്കുന്നവരാവാൻ സാധ്യതയില്ല. പക്ഷെ നമ്മൾ ദൃഢമനസ്കരായിരിക്കുക. അത് അണക്കെട്ടിലേക്ക് അർപ്പിച്ച വെള്ളം പോലെയാണ്. അതിനിപ്പം അവിടെ കറണ്ട് ആവുമോ, അതല്ല വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുമോ, അതൊന്നും നമ്മളെ വിഷയമല്ല. അപ്പൊ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ചില ആളുകളോട് ഈ ആത്മീയ വശം ആദ്യ സമീപനത്തിൽ നാം ഊന്നി പറയേണ്ടതില്ല. കാരണം പറയാൻ പാടുമില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല്
അവർ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധ്യതയില്ല. അവർ പുച്ഛത്തോടു കൂടി നമ്മളെ എന്താക്കും, അവർ നമ്മളെ ചിലപ്പം നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒറ്റയടിക്ക് നമ്മൾ ചെയ്യുക എന്നുള്ളതല്ല, ചിലപ്പോഴൊക്കെ നമ്മൾ എന്താക്കേണ്ടി വരും, നമ്മൾ ചില സമയം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ കൃത്യമായൊരു മുന്നൊരുക്കം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് നമ്മൾ പറയാം. നാം ഒരുപക്ഷെ അവരെ തെറ്റായ മുൻവിധിയിലേക്ക് നയിക്കാം. തൽക്കാലത്തേക്ക് നാം ചെയ്യുന്നത് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കാനാണ്, അല്ലാതെ മറ്റൊരാളെ നന്നാക്കൽ നമ്മളെ പരിപാടിയല്ല. നമ്മളെ മനസ്സ് ശുദ്ധീകരിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഈ പടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ കുടിയിൽ ചെന്ന് ചാടുമെന്ന് ഞങ്ങൾ ഉറപ്പാണെന്ന്. അപ്പൊ അതുപോലെ നമ്മളുടെ ഭാഗം വൃത്തിയാക്കുക. പക്ഷെ ഇതുകൊണ്ട് മാത്രം എല്ലാം ആയില്ല. നമ്മെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾക്കും ദൈവത്തിനും പരമാവധി സേവനം നൽകുന്ന രീതിയിൽ യോഗ്യത നേടുക എന്നതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം. എന്നിങ്ങനെ ഈ പടികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾക്ക്, അതായത് നമ്മളോട് തൊട്ട് കുടുംബത്തിനും മറ്റുള്ള നമ്മളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നല്ല പരമാവധി സേവനം ചെയ്യുന്ന രീതിയിൽ, അതായത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാന ഉദ്ദേശം. നാം ചെയ്തിട്ടുള്ള അന്യായത്തിന്റെ പേരിൽ ഇപ്പോഴും നമ്മുടെ മുൻപിൽ കേമനാണെന്ന് ഭാവിക്കുകയും നമ്മൾ മതവിശ്വാസികളായിപ്പോയി എന്ന് വിളിച്ചു പോവുകയും ചെയ്യുന്ന ഒരാളെ നാം സമീപിക്കുന്നത് ഒട്ടും ബുദ്ധിയല്ല. ചില ആളുകളൊക്കെ നമ്മൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം. നമ്മൾ ഈ പടികളിൽ പറയുന്നത് പോലെയുള്ള രീതിയിൽ തപാൽ മാർഗം ഡ്രൈവിംഗ് പഠിച്ചാലുള്ള അവസ്ഥ കണ്ടില്ലേ? അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആ രീതിയിൽ കാണണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിൽ നമ്മൾ തെറ്റ് ക്ഷമ പറയാനോ പ്രായശ്ചിത്തം ചെയ്യാനോ പരിഹാരം ചെയ്യാനോ പോയി കഴിഞ്ഞാൽ അവർ പറയാം, അവനിപ്പം കുടിയൊക്കെ നിർത്തി, മൂപ്പരെന്തോ തബ്ലീഗിന്റെ പരിപാടിയാണ്, മൂപ്പരെന്തോ ആത്മീയപരമായിട്ട് എന്തോ ഭ്രാന്തനായിട്ട് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മളെ പുച്ഛിക്കാനും അത് പല രീതിയിൽ നമ്മളെ തെറ്റായി വ്യാഖ്യാനിക്കാനൊക്കെ അത് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ എന്തിനും അതിനൊക്കെ നിന്നു കൊടുക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയായാലും ഒരു പക്ഷേ പ്രയോജനകരമായ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കാനുള്ള അവസരം നാം നഷ്ടപ്പെടുത്തുകയായിരിക്കും. നേരെ മറിച്ച് ഒരു തെറ്റ് ശരിയാക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നാം സമീപിക്കുന്ന ആൾ വളരെ തൽപരനായിരിക്കും. നമ്മൾ ഈ അനാവശ്യമായിട്ട് നമ്മളെ ഈ പുച്ഛിക്കുകയും വഴി പറയുന്ന ആളുകളുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ അധികം സമയം ചെലവഴിക്കരുത് എന്ന് നമ്മളോട് പറയുന്നു. ഒപ്പം നമ്മൾ കൃത്യമായിട്ട് അർഹതയുള്ള ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് വളരെയധികം താല്പര്യം ഉണ്ടാവും. നമ്മളത് ചെയ്യുന്ന കാര്യത്തിന് ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാവും. നമ്മുടെ ആത്മീയ കണ്ടെത്തലുകളെ കുറിച്ചുള്ള സംഭാഷണത്തെക്കാൾ നാം പ്രകടിപ്പിക്കുന്ന നമ്മുടെ മനോഭാവത്തിൽ അയാൾ താല്പര്യമുള്ള ആളായിത്തീരും. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഇത്രയും നേരം വായിച്ചത്. ആ അവസാനം പറഞ്ഞ വാചകം വളരെ സ്പഷ്ടമാണ്. നമ്മൾ ഓരോരുത്തരെടുത്തും നമ്മൾ പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ 9-ാം പടിയൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളത് ഭാവനയിൽ നമ്മൾ കാണുകയും അവിടെ അതൊരു ഇമോഷണൽ ആയിട്ട് വൈകാരികമായിട്ട് നമ്മൾ ആ പടികൾ ചെയ്യുമ്പോൾ ഒരാളെ വിളിച്ചിട്ട്, ഇവിടെ മറ്റേ സിനിമയിൽ കണ്ട മാതിരി ഒരാൾ ബാർബർ ഷാപ്പിൽ ചെല്ലുന്നു, എവിടെ എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ മറ്റാളെ കട്ടിങ് ഉണ്ട് ഷേവിങ് ഉണ്ട്, എന്നാൽ രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ ഹാ 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 എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളിവിടെ വളരെ ഇമോഷണൽ ആയിട്ട് നമ്മൾ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ആ കാലത്ത് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ തെറ്റെന്താണ് എന്നുള്ളത് വളരെ വൈകാരികമായിട്ട് നമ്മൾ ലാംഗ്വേജ് ഓഫ് ദി ഹാർട്ട് എന്ന് പറയും. ആ രീതിയിൽ തന്നെ നമ്മൾ ആ പടികൾ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മൾ ഒട്ടും അലംഭാവം കാണിക്കരുത്. അത് അവിടെയാണ് ഈ സത്യസന്ധത എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് നമ്മൾ പറയാൻ തയ്യാറാവേണ്ടത്. അത് അങ്ങനെ എന്താ പറയാ, നമ്മുടെ ആത്മീയ കണ്ടെത്തലുകളെ കുറിച്ചുള്ള സംഭാഷണത്തെക്കാൾ നാം പ്രകടിപ്പിക്കുന്ന നമ്മുടെ സത് മനോഭാവത്തിൽ അയാൾ താല്പര്യമുള്ള ആളായിത്തീരും. ആ വൈകാരികതകള് അവിടെയാണ്, അതിൽ അയാൾ ആകർഷണനായിത്തീരും. കാരണം നമുക്ക് അയാൾ ആ മാപ്പ് തരുന്നതിലും നമ്മളെ അതിനെ ക്ഷമിക്കുന്നതിനും ഒക്കെ ആ ഒരു സന്ദർഭം നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ ആ ഒരു അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റുമെന്നാണ് നമ്മളോട് പറയുന്നത്. ഇതാണ് ഇത്രയും നമ്മുടെ ആരെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. 75 ഞാനിത് അങ്ങനെ പറയല്ല, പലപ്പോഴും ഞാൻ ബിഗ് ബുക്ക് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഫോട്ടോ എടുത്തിട്ടൊക്കെ ഈ ബിഗ് ബുക്കൊക്കെ ഞാൻ വായിക്കാൻ തയ്യാറാവുന്ന ഒരാളാണ്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ആ 75-ാമത്തെ പേജിൽ ആളായി തീരും വരെയുള്ള ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെക്കും.